വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനിടയിൽ വളരെയധികം ജനപ്രീതി ആർജിച്ച ഒരു വാഹനമാണ്. ഇപ്പം തന്നെ പലർക്കും മനസ്സിലായി കാണും ഏതാണ് ആ വാഹനം എന്നുള്ളത്. അതെ, 2026 ഏറ്റവും പുതുപുത്തൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വലിയൊരു ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള എലമെന്റ് നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായി സുസുക്കിയുടെ വലിയൊരു ലോഗോ കാണാം. ബോണറ്റ് ലൈൻ ഒരല്പം മുകളിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. അതിന് തൊട്ട് താഴെ ചെറിയൊരു എൽ ഷേപ്പ് ക്രോം എലമെന്റ് നൽകിയിരിക്കുന്നു. ശരിക്കും ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ആയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. അതിന് തൊട്ട് താഴെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റിന്റെ പ്ലേസ്മെന്റും കാണാം. ഹെഡ് ലാമ്പിന് തൊട്ട് താഴെയായിട്ട് LED ഫോഗ് ലാമ്പ് ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. എന്നാൽ ഈ ഒരു വേരിയന്റിന് നമുക്ക് ചെറിയൊരു ബ്ലാക്ക് ലാഡിംഗ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ADAM യൂണിറ്റും വരുന്നുണ്ട്. ഒരുപാട് കട്ടിങ്ങുകളും ക്രീസിങ്ങുകളും ഉള്ളത് കൊണ്ട് തന്നെ വാഹനത്തിന്റെ മുൻഭാഗം നല്ലൊരു സ്പോട്ടി ലുക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു 14 ഇഞ്ച് നോർമൽ വീലാണ് നൽകിയിരിക്കുന്നത്. അലോയി ഒന്നുമല്ല. എന്നാൽ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ 15 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് ഫിനിഷും പിന്നെ ഒരു അലുമിനിയം ഫിനിഷും ഒക്കെ നൽകി മനോഹരമാക്കുന്നുണ്ട്. ബോഡി കളറുടെ മിറർ യൂണിറ്റ് ആണ് വരുന്നത്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റിന്റെ പ്ലേസ്മെന്റും കാണാം. എന്നാൽ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ റൂഫ് കളർ മിറർ യൂണിറ്റ് ആണ് വരുന്നത്. ലിക്കി സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. ബോഡി കളറുടെ ഹാൻഡിൽസ് ആണ് വരുന്നത്. A പില്ലറും B പില്ലറും C പില്ലറും എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ നീളുന്നുണ്ട്. അത് ശരിക്കും വാഹനത്തിന്റെ ഡിസൈൻ ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തുന്നുണ്ട്. C ഷേപ്പിലാണ് ടെയിൽ ലാമ്പ് യൂണിറ്റിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും റിവേഴ്സ് ലാമ്പും പ്ലേസ് ചെയ്തിരിക്കുന്നു. സുസുക്കിയുടെ വലിയൊരു ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ആണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജിംഗ് നൽകിയിരിക്കുന്നു. റിവേഴ്സ് വൈപ്പർ വരുന്നില്ല. ഡിഫോഗർ യൂണിറ്റ് വരുന്നുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഷാർക്ക് ഫിൻ ആന്റിനയല്ല, നോർമൽ ആന്റിനയാണ് നൽകിയിരിക്കുന്നത്. അതൊന്ന് ഷാർക്ക് ഫിൻ ആന്റിന ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു സജഷൻ ഉണ്ട്. എന്നാൽ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 2 റിഫ്ലക്റ്റിംഗ് യൂണിറ്റുകളും നൽകിയിരിക്കുന്നു. 265 ലിറ്ററിന്റെ വലിയൊരു ബൂട്ടാണ് നൽകിയിരിക്കുന്നത്. സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ ബൂട്ട് സ്പേസ് തീരെ മോശമൊന്നുമല്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ലഗേജുകൾ എന്തായാലും സുഖമായിട്ട് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബ്ലാക്ക് ഇന്റീരിയർ ആണ് വാഹനത്തിന് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ബ്ലാക്ക് ഇന്റീരിയർ ഉള്ള വാഹനം വളരെ ഇഷ്ടമാണ്. ഏതായാലും ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഡാഷ്ബോർഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് നിറഞ്ഞൊരു ഭാഗമാണ് ഈ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ടെക്സ്റ്റേർഡ് ബ്ലാക്ക് നിറത്തിലൊരു ഭാഗവും കാണാം. ഈ ഒരു ഭാഗവും ബ്ലാക്ക് കളറിലാണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു ടെക്സ്ചറിൽ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ശരിക്കും ടോപ്പ് എൻഡിൽ നമുക്ക് ഇവിടെ ഒരു അലുമിനിയം കളർ ഒരു ഫിനിഷ് വരുന്നുണ്ട്. വലിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബെലൈനയിൽ കണ്ടുവരുന്ന ഒരു 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് വരുന്നത്. ഇതിൽ തന്നെ ആർക്കമിസിന്റെ വളരെ ഗംഭീരമായ ഒരു മ്യൂസിക് സിസ്റ്റവും വരുന്നുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ സുസുക്കി കണക്ട് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നിലവിലുള്ള ഫ്യൂൽ വെച്ച് ഇനി എത്ര കിലോമീറ്റർ ഓടും എന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. സർവീസ് പരമായ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്പ് വഴി അറിയാൻ സാധിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം നമുക്ക് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് 12 വോൾട്ട് ചാർജിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ USB പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗം വയർലെസ് ആയിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് 2 കപ്പ് ഹോൾഡിംഗ് യൂണിറ്റുകൾ നൽകിയിരിക്കുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ നോബ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. വേറെ ആംറെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നില്ല. ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് വരുന്നത്. എന്നാൽ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ആംറെസ്റ്റ് വരുന്നില്ല. പകരം 2 ചാർജിംഗ് യൂണിറ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഫാബ്രിക് ടൈപ്പ് സീറ്റ് ആണ് വരുന്നത്. ഇതിൽ തന്നെ ചെറിയൊരു പാറ്റേൺസ്
ഒക്കെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് ഈ ഒരു സീറ്റ് നൽകുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലാണ് ഡോറിന്റെ ഡിസൈൻ വരുന്നത്. എന്നാൽ നമ്മളൊരു ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോകുമ്പോൾ ഈ ഭാഗമെല്ലാം ഒരു അലുമിനിയം ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ORVM കൺട്രോൾസ് വരുന്നുണ്ട്, വിൻഡോ കൺട്രോൾ വരുന്നുണ്ട്, ചെറിയൊരു ആംറസ്റ്റ് ഭാഗങ്ങൾ നൽകിയിരിക്കുന്നു. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിന്റെ സ്പീക്കർ യൂണിറ്റുകളും നൽകിയിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. എന്നാൽ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ ഇവിടെയെല്ലാം ലെതർ റാപ്പ് ചെയ്തിരിക്കും. ഈ ഒരു ഭാഗമെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷും ആയിരിക്കും. വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് നൽകിയിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോള് എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുമുള്ള സ്വിച്ചസ് ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു വലിയൊരു ലോഗോയും കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നുണ്ട്, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന്റെ സ്വിച്ച് വരുന്നുണ്ട്, ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചസും കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹുഡ് ഓപ്പണിംഗും ഫ്യൂൽ ഓപ്പണിംഗ് ലിഡിന്റെയും ബട്ടൺസ് നൽകിയിരിക്കുന്നു. വലിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഇതിൽ ലഭിക്കുമെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സെഗ്മെന്റിലെ മറ്റ് കമ്പനികളുടെ വാഹനങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എല്ലാം കുറച്ചുകൂടി പ്രീമിയമാണ്. പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു തൈ സപ്പോർട്ട് നൽകുന്ന ഒരു സീറ്റാണ് വരുന്നത്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നുമല്ല, ഒരു ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. എന്നാൽ ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആംറെസ്റ്റോ കാര്യങ്ങളോ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടില്ല. പിന്നെ യാത്രക്കാർക്ക് AC വെന്റുകളോ കാര്യങ്ങളോ ഈ ഒരു മോഡലിൽ വരുന്നില്ല. എന്നാൽ ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ AC വെന്റ് വരുന്നുണ്ട്, 2 ചാർജിങ് യൂണിറ്റുകളും നൽകിയിരിക്കുന്നു. സെൻട്രൽ ടണൽ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഇരിക്കുന്ന ആൾക്ക് കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇരിക്കേണ്ടി വരും. എന്നാലും 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ നമുക്ക് 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. എന്നാൽ വേറെ സ്റ്റോറേജ് സ്പേസുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഫാമിലിക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്ത്യൻ ഫാമിലിയെ ഒരുപാട് സംതൃപ്തിപ്പെടുത്തിയ വാഹനം തന്നെയാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീരെ മോശമല്ലാത്ത രീതിയിൽ ഈ ഒരു വാഹനം വീണ്ടും ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. K സീരീസ് എഞ്ചിൻ മാറി പുതിയ Z12V സീരീസ് എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റിഫൈൻമെന്റ് വർദ്ധിച്ചിട്ടുണ്ട്. 82 bhp ആണ്, 111 Nm മാക്സിമം ടോർക്ക് നൽകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സ്വിഫ്റ്റിൽ നിന്നും 8 bhp കുറവാണ്. കൂടാതെ 1 ന്യൂട്ടൺ മീറ്റർ ടോർക്കും കുറവുണ്ട്. പക്ഷേ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ പവറോ ടോർക്കോ കുറവാണെന്ന് തോന്നുകയില്ല. കാരണം അങ്ങനെയാണ് എഞ്ചിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. മൈലേജിലേക്ക് വരുമ്പോൾ മാനുവലിന് 24.8 km/ലിറ്ററും ഓട്ടോമാറ്റിക്കിന് 25.75 km/ലിറ്ററുമാണ് മൈലേജ്. സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗ്, പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് ക്യാമറ, ABS, EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് തുടങ്ങിയവയെല്ലാം എല്ലാ വേരിയന്റിലും നൽകിയിരിക്കുന്നു. സ്വിഫ്റ്റിന്റെ ഈ മാസത്തെ പ്രൈസ് ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ റിവ്യൂ ഇടാൻ വേണ്ടി വാഹനത്തൊന്ന് സഹായിച്ച തിരുവനന്തപുരം ചാക്ക കടകംപള്ളി ലൈനിലെ ഷോറൂമാണ് മാരുതി സുസുക്കി അറീന ഏതന്റ് കാർസ്. ഇൻ മൈ ഒപ്പീനിയൻ ഈ ഒരു വാഹനത്തിന് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് നൽകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തണം. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വാഹനം യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ സെയിൽ ഇനിയും വർദ്ധിക്കും എന്നുള്ള കാര്യത്തിലും നോ ഡൗട്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഇഷ്ടമായി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയും പോലെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.